അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ. മാറാവ്യാധി രോഗത്തെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും അള്ളാഹു നമ്മളെല്ലാവരെയും കാത്ത് രക്ഷിക്കട്ടെ. നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അപ്പം ഞാനിന്ന് നമുക്കിന്ന് മേറാജിൻ്റെ ദിവസമല്ലേ, അപ്പോൾ നോമ്പാണ്. അപ്പോൾ പത്തിരി കറിയൊക്കെ ഉണ്ടാക്കാമല്ലോ വെച്ചിട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് പൊടി എടുത്തുകൊണ്ട് ഇങ്ങനെ കുറച്ച് പത്തിരി ഇടാച്ചിട്ട് പൊടി വാട്ടുക കേട്ടോ. കുറേ ദിവസമായി നമ്മൾ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് നോമ്പല്ലേ, നോമ്പാകുമ്പോൾ പത്തിരിയും കറിയൊക്കെ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ എന്നാലും ഒന്ന് ഇടാന്നുള്ള ഇതിലിങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഞാൻ വീഡിയോ പിടിച്ചാട്ടാ. അപ്പോൾ ഞാൻ കുക്കറിലാണ് പൊടി വാട്ടൽ. കുക്കറിൽ പൊടി വാട്ടിയാൽ പിന്നെ നല്ല വെന്ത് കിട്ടും. നമ്മൾ ഈ വാട്ടി നല്ല ഇങ്ങോട്ട് ചൂടോർക്ക് ഇങ്ങോട്ട് ഇളക്കി കഴിഞ്ഞാൽ എന്നിട്ട് കുറച്ച് നേരം നമ്മൾ ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ മൂടിയാട്ട് വിസിലിട്ടാട്ട് മൂടി വെച്ചാൽ നല്ല സോഫ്റ്റ് പൊടിയായി മാറും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെമ്പട്ടിയിലൊക്കെ വറക്കണവരുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കി. പിന്നെ വല്ലാതെ നമ്മൾ ചാമ്പാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ആകുമ്പോൾ പൊടി നല്ല വെന്തതായി വരും. നമ്മളിത് നല്ലൊന്നും ഇങ്ങോട്ട് ഇളക്കിയതിന് ശേഷമാണ് പിന്നെ വിസിൽ വെച്ചാണ്ട് മൂടിയിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആവിയിലാണിത് വേവുക നല്ല. അപ്പോൾ നല്ല പൊടിക്ക് നല്ല മയം കിട്ടും. പത്തിരിയും നല്ല സോഫ്റ്റാവും, നല്ല പൊള്ളച്ച് നല്ല പത്തിരി ആയി കിട്ടും കേട്ടോ. തോനെ നേരം നമ്മളിട്ട് ചാമ്പി ഇതാക്കൊന്നും വേണ്ട. അപ്പോൾ നമ്മളെ പൊടിയൊക്കെ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ നല്ല വലിഞ്ഞ് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ചാമ്പി കൊടുത്താൽ മതി. വല്ലാതെ നമ്മൾ കുറേ നേരമായിട്ട് ചാമ്പേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്കിതിൻ്റെ ഒരു തളികയൊക്കെ കൊട്ടി കൊടുത്തുകൊണ്ട് നല്ലൊന്ന് അങ്ങനെ കുഴച്ച് നല്ല ഉരുളാക്കി വെക്കട്ടോ. അപ്പോൾ ഞാൻ അതിനകത്ത് നേരം ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ, കുറച്ച് നേരമേ ചെയ്തിട്ടുള്ളൂ. നമുക്കിത് പരത്തിയാണ്ട് ഒരു പാത്രത്തിലാക്കി വെക്കട്ടോ. അപ്പോൾ ഒന്ന് പത്തിരി ഇങ്ങനെ ഉരുളറ്റിയാണ്ടൊക്കെ റെഡിയാക്കി നമുക്ക് പ്രസ്സും വെച്ചാണ്ട് ഒന്ന് അമർത്തിയതിന് ശേഷം കല്ലും വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കട്ടോ. ഞാൻ എത്ര വലിയ പത്തിരി പരന്ന് വന്നാലും ഞാൻ കല്ലും വെച്ചാണ്ട് ഒന്ന് തട്ടി കൊടുക്കും. എന്നാൽ പത്തിരി എല്ലാ ഭാഗവും ഒരേമാതിരി ആവും ചെയ്യും. നല്ല കനമില്ലാത്ത പത്തിരി ആയിക്കോട്ടെ കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യൽ. ഒരുവിധ ആൾക്കാരൊന്നും ഇപ്പോൾ അങ്ങനെ പരത്തൂല. ഇങ്ങനെ പ്രസ്സും വെച്ചാണ്ട് ഇങ്ങനെയായിട്ട് അമർത്തി പരത്തി ചുടൽ തന്നെയാണ്. ഞാൻ ഒന്നും കൂടെ പരത്തി കൊടുക്കും കല്ലും ഇട്ടുകൊണ്ട്. അതിനത്ര വലിയ പണിയൊന്നുമില്ല, ഒന്നിങ്ങനെ തട്ടി കൊടുക്കാനുള്ളൂ. നല്ല സോഫ്റ്റ് പത്തിരിയാവും. നെയ്താര പത്തിരിയായി കിട്ടിയാൽ നല്ല രസമാട്ടോ ആ പത്തിരി. അപ്പോൾ ഞാൻ പുറസുമലൊക്കെ അമർത്തൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കല്ലുമിട്ടാണ്ട് നിന്ന് തട്ടി കൊടുക്കട്ടോ. അപ്പോൾ ഒരേമാതിരി നല്ല പത്തിരിയായി കിട്ടും. അപ്പോൾ ഞാനൊരു പാത്രത്തേക്കാണ് ഇത്, പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തേക്ക് അത് പരത്തി വെക്കണം കേട്ടോ. നമുക്കിത് മുഴുവൻ വേണ്ട ഇപ്പോൾ നോമ്പറക്കാൻ. അപ്പോൾ നാളെ രാവിലേക്കും ബാക്കിയെടുക്കുക എന്നുള്ള ഇതിലാണ് ആ പാത്രത്തിൽ വെക്കണം. എന്നാൽ ഫ്രിഡ്ജിലാണ് വെച്ച് കൊടുക്കാമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പാത്രത്തിലാക്കണം കേട്ടോ. വൈകുന്നേരം ചൂടുള്ളൂ. ഇപ്പോൾ രാവിലെയാണ്. രാവിലത്തെ എല്ലാ പണികളും കഴിഞ്ഞതിൻ്റെ ശേഷം അടിക്കലും തുടക്കലും അങ്ങനെയുള്ള എല്ലാ പണിയും കഴിഞ്ഞതിൻ്റെ ശേഷമാണ് അടുക്കളയ്ക്ക് നിന്നിട്ടുള്ളത് കേട്ടോ. നമുക്ക് ബാങ്ക് കൊടുക്കാൻ മുന്നായിട്ട് ഇങ്ങനെ കറികളും ഇങ്ങനെ ചെറിയ ചെറിയ ഓരോന്നുള്ളതൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചാൽ പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ ഒന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ കറി വെക്കാനും ഉള്ള ഉരുളങ്കിഴങ്ങും ഉള്ളി ഇതൊക്കെ ഇട്ട്. അപ്പോൾ ഈ കറിയൊക്കെ വെച്ചാൽ ഞാൻ ഇതൊക്കെ എല്ലാം കൂടെ കറിയിലിടില്ല. കുറച്ച് ഉള്ളി ഞാൻ വഴറ്റിയതിന് ശേഷം എടുത്ത് മാറ്റി വെക്കും കേട്ടോ. അത് ഞാൻ കുറച്ച് ബ്രെഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഉള്ളിൽ മസാലക്കൂട്ട് വെച്ചുകൊണ്ട് ഇറച്ചി ഉരുളങ്കിഴങ്ങ് എല്ലാതും കൂടെ മസാലക്കൂട്ട് വെച്ചുകൊണ്ട് നമുക്കൊന്ന് ബ്രെഡ് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. പിന്നെ കുറച്ച് കറി കൊടുക്കണം. കുറച്ച് ചെറിയൊരു കഷ്ണത്തിൻ്റെ അത്ര പോലെ സുറുവ കാച്ചുമ്പോൾ അതിക്കും വെക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാതും കൂടെ ഒപ്പം കണ്ട് അരിഞ്ഞാണ്ട് റെഡിയാക്കി വെച്ചാൽ പിന്നെ നമുക്ക് ഓരോന്നിനും അരിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാണ്. അപ്പോൾ അതിലേക്കുള്ള ഉരുളങ്കിഴങ്ങ് ഇട്ടാൽ നമ്മൾ ബ്രെഡൊക്കെ വേണ്ടിയിട്ടുള്ള ഉരുളങ്കിഴങ്ങാണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ വഴറ്റിയിട്ട് ഇറച്ചി വേവിക്കണ കൂടുതൽ തന്നെ ഈ ഉരുളങ്കിഴങ്ങും അതിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ടാണ് വേവിച്ച് കൊടുക്കും കേട്ടോ. എന്നാൽ പിന്നെ അതിനായിട്ട് വേറെ പാത്രത്തിട്ട് ഇങ്ങനെ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മൾ ഈ ഇറച്ചിൻ്റെ മസാലകളൊക്കെ ഇട്ടിട്ട് തന്നെ എല്ലാ ഉരുളങ്കിഴങ്ങ് അതി ഇടുക. അപ്പോൾ ഇറച്ചിൻ്റെ ഇതുണ്ട് വെച്ചിട്ട് പ്രശ്നങ്ങളൊന്നും വരില്ല. അപ്പം അങ്ങനെ അതിന് വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചെയ്യണത്. എല്ലാ പണിയും കൂടെ ഒറ്റയടിക്ക് കഴിഞ്ഞോട്ടെ എന്നുള്ള ഇതിലാണ്.
ഒരുവിധമൊക്കെ രാവിലെ ഒരുക്കി കുളിക്കിൻ്റെ മുന്നായിട്ടാണ്ട് ഒരുക്കി വെച്ചാൽ പിന്നെ നമുക്ക് വൈകുന്നേരം വലിയ പണിയൊന്നും ഉണ്ടാവില്ല. സമാധാനത്തോടെ പത്തിരി ചുടുക, പിന്നെ എന്താ പൊരിക്കടിക്ക് ഇങ്ങനെ മസാലകളൊക്കെ റെഡിയാക്കി വെച്ച് അപ്പം എടുത്തുകൊണ്ട് ഒന്ന് പൊരിച്ചു കൊടുത്താൽ മതി. പിന്നെ ഒരു ജ്യൂസ് അടിക്കുക, ചായ അച്ചി, അതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. കറീൻ്റെ പണിയൊക്കെ കണ്ട് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് 2-3 കഷ്ണം ചിക്കനും പൊരിക്കാടുത്ത് വെച്ചിട്ടുണ്ട്, മസാല ഒക്കെ തേച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് വൈകുന്നേരം കൊണ്ട് പൊരിച്ചാൽ മതിയല്ലോ. ഇത്രയും ഇങ്ങനത്തെ പണികളൊക്കെ നമുക്ക് വേഗം വേഗം കഴിച്ച് വെച്ച് തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ സമാധാനത്തോടെ അസർ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുക്കളയിൽ ഇറങ്ങിയാൽ മതിയല്ല. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇതിലാകുമ്പോൾ നമുക്ക് വേഗം ഇതുകൊണ്ട് അരച്ച് കിട്ടും കേട്ടോ. മറ്റേ ഇങ്ങനത്തെ 2 എണ്ണം വേറെ ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. ഇങ്ങനത്തെ എല്ലാം ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ അമർത്തി കൊടുക്കുന്നത്. പക്ഷേ രണ്ടും ഗുണമില്ല, ഇതിനെക്കാട്ടി വലിവായി. പക്ഷേ രണ്ടും ഇത്ര ഇതില്ല. ഇത് പഴയതാണ്. ഇത് ഞാൻ ഒരിക്കൽ ഒഴിവാക്കിയതായിരുന്നു. പിന്നെ ഞാൻ ആ 2 എണ്ണം വാങ്ങിയിട്ട് ശരിയായപ്പോൾ പിന്നെ ഇതന്നെ തേച്ച് എടുത്തതാണ് കേട്ടോ. ഇത് പിന്നെ നല്ല ഉഷാറാണ്, നല്ല പെട്ടെന്ന് നല്ല അരിഞ്ഞിങ്ങോട്ട് വരും. ഇത് എല്ലാ പച്ചക്കറി ഇട്ടാലും നല്ല സൂപ്പറായിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കിട്ടലുണ്ട്. അപ്പോൾ ഇതിലേക്കുള്ള സവാളൊക്കെ നമുക്കിങ്ങനെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മൂടിക്കൊരു പൊട്ടലുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത് ഒഴിവാക്കിയത്. എന്നാലും ഇത് ഇങ്ങനെ പിടിച്ചാണ്ട് നമ്മളിങ്ങനെ കറക്കി കൊടുക്കും. പിന്നെ വലിച്ചാൽ നല്ല ഉഷാറായി വരുന്നുണ്ട് കേട്ടോ. അപ്പം അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും പുരുഷാക്കപ്പെട്ട ദിവസമല്ലേ, മെഹ്റാജിൻ്റെ ദിവസം. നമുക്ക് 5 നിസ്കാരം ഫർളാക്കിയ ദിവസമാണെന്ന്. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി നമ്മൾ അത്താഴത്തിൻ്റെ മുന്നായിട്ട് രാത്രി മഗ്‌രിബിൻ്റെ സമയം തുടങ്ങിയാൽ തന്നെ നമ്മൾ എത്രത്തോളം നമുക്ക് ഇരുന്ന് ഇബാദത്ത് എടുക്കാൻ പറ്റും അത്രത്തോളം നല്ലതാണ് നമുക്ക്. നമ്മളെല്ലാ വിഷമങ്ങളും ബേജാറുകളും ഈ ലോകത്തുള്ളതും പരലോകത്തുള്ള എല്ലാ ഗുണത്തിനും വേണ്ടിയിട്ട് നമ്മൾ റബ്ബിനോട് സലാത്തും ദുആയും ഓത്തും പാട്ടൊക്കെ ആയിട്ട് അങ്ങനെ കുറേയൊക്കെ നമ്മൾ ഇരുന്ന് നമ്മൾ ഇബാദത്തൊക്കെ ചെയ്താൽ അതിൻ്റേതായ ഗുണങ്ങളും നമുക്കുണ്ടാവും. ഈ ലോകം മാത്രം പോരല്ല, രണ്ടും വേണ്ട നമുക്ക്. അപ്പം അങ്ങനെ രാത്രിയൊക്കെ പിന്നെ അങ്ങനെ അതുകൊണ്ട് അങ്ങനെ കുറേ നേരം ദിക്റും സലാത്തും ഓത്തും പാട്ടൊക്കെ. പിന്നെ നമുക്ക് പിന്നെ അത്താഴത്തിന് 4 മണിക്ക് എണീച്ചതിന് ശേഷവും നമ്മൾ ഓതാനും ചെല്ലാനൊക്കെ ഉള്ള കുറേ ചെല്ലലും ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ചായയും ഇതൊക്കെ കുടിച്ച് പിന്നെ സുബഹിസ്കാരം കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് നമ്മൾ ദിക്റും സലാത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം കിടന്ന്. അപ്പം നേരം വൈകി കുറച്ച് എണീക്കാൻ. സൂര്യ ഉദിച്ചതിൻ്റെ ശേഷമാണ് കിടന്നത്. സൂര്യ ഉദിക്കണ മുന്നേ കിടന്നാലും അത് കേടല്ലേ വിചാരിച്ചാൽ പിന്നെ അതുവരെ ഇരുന്ന് അങ്ങനെ ഓരോന്നിട്ട് ഇരുന്നു. പിന്നെ എണീച്ച് വന്നപ്പോൾ പിന്നെ കുറേ നേരമായി. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ഇത് റെഡിയാക്കി വെച്ചതിന് ശേഷം വേണം ഇനി കുളിയും നിസ്കാരമൊക്കെ ഇന്നത്തെ നമുക്ക് നടത്താൻ. എന്തായാലും ഒരുമൻ്റെ ഉള്ളിൽ നമുക്കിതൊക്കെ നമുക്ക് കഴിക്കണം. കഴിച്ചാണ്ട് നമുക്ക് പിന്നെ ബാക്കി പിന്നെ അസർ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഇറങ്ങിയാൽ മതി. അപ്പോൾ ഇഞ്ചും വെള്ളുള്ളി അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് പിന്നെ അതിന് ബുദ്ധിമുട്ടില്ല. എന്താണ് ചിക്കൻ കറിയൊക്കെ ഉള്ളത്. ഇതിന് ഞാൻ 2-3 പീസ് എടുത്തിട്ട് ഞാൻ ബ്രെഡൊക്കെയുള്ള എടുക്കും കേട്ടോ. അപ്പം ഇനി ഇതുകൊണ്ട് നമുക്കൊരു കറി ഉണ്ടാക്കി കൊടുക്കട്ടോ. അപ്പോൾ ഈ ഉള്ളി മുഴുവൻ ഞാൻ ഇതിട്ടിട്ട് തന്നെ വഴറ്റണം കേട്ടോ. ഇത് വഴറ്റിയതിന് ശേഷം നമുക്ക് പിന്നെ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് മാറ്റി കൊടുക്കട്ടോ. കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കട്ടെ. നമ്മളെ നാടൻ കറിവേപ്പില കേട്ടോ. ഇപ്പോൾ കരിവേപ്പിൻ്റെ ഇലക്കൊക്കെ അസുഖമുണ്ട്. ഇലക്കെ ഇങ്ങനെ മരണ്ട് പോവുക, ഇല കൊയ്യുക, പുള്ളിയും കുത്തൊക്കെ വന്ന് അങ്ങനെ ഉണ്ടായിട്ട് ഇപ്പോൾ വലിയ ഗുണമൊന്നുമില്ല. അപ്പം ഇത് നല്ലൊന്നിട്ട് വാട്ടട്ടോ. എന്നിട്ട് നമുക്ക് കുറച്ചുകൊണ്ട് കോരി മാറ്റിയതിന് ശേഷം തക്കാളി ഇതൊക്കെ ബാക്കിയുള്ളതൊക്കെ കറിക്കുള്ളതൊക്കെ ഇതിൽ ഇട്ട് കൊടുക്കട്ടെ. ഞാൻ ഇതിലേക്കുള്ള സവാള മാത്രമേ ഇതിൽ ഇട്ടിട്ടുള്ളൂ, ബാക്കി ഞാൻ കോരി മാറ്റിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകളൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, കമൻറ്റ് ചെയ്യുക. പോരായ്മകളൊക്കെ ഉണ്ടാവും കേട്ടോ, തെറ്റുകളൊക്കെ ഉണ്ടാവും. എല്ലാവരും ക്ഷമിക്കട്ടോ. നമ്മൾ എന്നും ഉണ്ടാക്കുന്ന കൂട്ടാനും കറിയൊക്കെ തരും. പിന്നെ ഇന്ന് മെഹ്റാജിൻ്റെ ദിവസമല്ലേ എന്നുള്ള രീതിയിൽ നമ്മളങ്ങനെ ഓരോന്നും ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ഉണ്ടാക്കണം നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരാം. എത്രയായാലും നോമ്പ് നോറ്റാൽ നമുക്ക് എന്ത് കടി ഉണ്ടെങ്കിലും അതിനെക്കാട്ടിക്ക് ഏറ്റവും ഇഷ്ടമല്ലേ പത്തിരിയും കറിയും കോഴിക്കറിയും തന്നെ അല്ലേ. ഞങ്ങൾക്കൊക്കെ അങ്ങനെ കേട്ടോ.
അധികം ഞാൻ നോമ്പായാലും പത്തിരി തന്നെയാണ് ഉണ്ടാക്കുക. കോഴിക്കറിയാണ് അധികം ഉണ്ടാക്കൽ. പിന്നെ കഷ്ണങ്ങൾക്കൊന്നും പിന്നെ ആവശ്യം ഉണ്ടാവില്ല. ആദ്യമൊക്കെ ഇങ്ങനെ കഷ്ണങ്ങളൊക്കെ കുറച്ചൊക്കെ കൂട്ടും, പിന്നെ കറി കിട്ടിയാൽ മതിയാവും. അങ്ങനെയാണ്. നമുക്ക് ഈ മസാലകളൊക്കെ ഇതിട്ട് നല്ലൊന്ന് വഴറ്റി കൊടുക്കട്ടോ. ഞാൻ ഇതിൽ തേങ്ങാപ്പാലാട്ടോ ഒഴിക്കുക. പച്ചവെള്ളത്തിന് ഞാൻ പച്ചവെള്ളം ഒഴിക്കില്ല, എന്നാൽ കറിയും ടേസ്റ്റ് ഉണ്ടാവും, കറിക്ക് കട്ടിയും കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. നമുക്ക് ഇതിലേക്ക് കഷ്ണങ്ങളൊക്കെ ഉരുളൻകിഴങ്ങും കഷ്ണങ്ങളൊക്കെ പാടി ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. ഉരുളൻകിഴങ്ങ് ഞാൻ ഒന്നും ചെയ്യണില്ല, അച്ചികൾക്ക് ഇത് ഇട്ട് കൊടുത്താൽ കേട്ടോ. നമുക്ക് ഇതിൻ്റെ കൂടെ വെന്തതിൻ്റെ ശേഷം അതിങ്ങോട്ട് എടുക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് ഉടച്ചു കൊടുത്താൽ മതി. നമുക്ക് പിന്നെ ബ്രെഡ് ഉണ്ടാക്കണേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ഉരുളൻകിഴങ്ങ് കേട്ടോ. പിന്നെ ഇനി വേറെ പാത്രത്തിൽ വെച്ചിട്ട് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഇതിന് 2-3 കഷ്ണം ഞാൻ ഇറച്ചി കൊടുക്കും കേട്ടോ അതിലേക്ക് ബ്രെഡ് ഉണ്ടാക്കണേക്ക്. അപ്പം അങ്ങനെയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലും ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഞാൻ വെളുത്തുള്ളി ഇടാൻ മറന്നു കേട്ടോ. നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. നമുക്ക് നോമ്പും പെരുന്നാളൊക്കെ ആവാനായല്ലേ. ഇനി അടുത്ത് നമുക്ക് നനച്ചുള്ളിപ്പണിയാണ്. എല്ലാ വീട്ടിലും എത്ര ഇല്ല എന്ന് പറഞ്ഞാലും ആ ടൈമാകുമ്പോൾ നമുക്ക് എല്ലാ മുക്കും മൂലയും നമുക്ക് വൃത്തിയാക്കാനും ചെയ്യാനൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഒന്നൊരാളും ജനലും വാതിലൊക്കെ തുടച്ച് വൃത്തിയാക്കി നിലമൊക്കെ ദിവസം തുറക്കുന്ന ആൾക്കാരായാലും നമുക്കുണ്ടാവും അങ്ങനെ ഒരു പണി. ജനലിൻ്റെ ചില്ലുകളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കാനും. പിന്നെ അടുക്കളയിലാണ് ഓവറായിട്ട് പണിയുണ്ട്. ആ റാക്കിൻ്റെ മേലൊക്കെ വെച്ച എന്നും എടുക്കാത്ത സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് താഴത്തേക്കിട്ട് തട്ടിക്കൊട്ടി അടിച്ച് തരാനോ കഴുകി വൃത്തിയാക്കാനൊക്കെ ഉണ്ട്. പിന്നെ കുപ്പികളും പാത്രങ്ങളൊക്കെ ഇപ്പോൾ പണ്ടത്തെ ആൾക്കാരുടെ മാതിരിയല്ലല്ലോ. ഇപ്പോൾ എല്ലാവരും സാധനങ്ങൾ ഒഴിയണതിനനുസരിച്ച് അതൊക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് പിന്നെ അടുത്ത സാധനങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കുള്ളൂ അല്ലേ. അപ്പം എങ്ങനെയായാലും ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും എല്ലാ പാത്രങ്ങളും അങ്ങനെ സാധനങ്ങൾ എടുത്തേക്കണ പാത്രങ്ങളൊക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കലുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനത്തെ പണികളൊന്നും വല്ലാതൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ഉപയോഗിക്കാത്ത കുറേ മുന്നേ എടുത്തേക്കണ പുതപ്പ് വിരിപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമ്പിളി പുതപ്പ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് തിരുമ്പിയാണ്ടൊന്ന് വെയിലത്തിട്ട് നല്ലൊന്ന് ഉണക്കി എടുത്ത് വെക്കുക. അങ്ങനെയൊക്കെയുള്ള പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ കുറേ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ തേങ്ങ വറുത്തത് പിന്നെ റവ കൊടുന്ന് വറുത്ത് വെക്കുക. അങ്ങനെയൊക്കെയുള്ള എല്ലാ ഓരോ സംഗതികളും മസാലകൾ ഉണ്ടാക്കി വെക്കുക. അതൊക്കെ പിന്നെ നോമ്പിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ ചെയ്യലില്ലേ. അങ്ങനെയൊക്കെയുള്ള കുറേ പണികളുണ്ടാവും എല്ലാ വീട്ടുകളിലും. പണ്ട് എന്ന് പറഞ്ഞാൽ നനച്ചുള്ളി എന്ന് പറഞ്ഞാൽ ഒരു കഥ ആവും അല്ലേ. പണ്ട് ഇപ്പോഴത്തെ മാതിരി ഇന്ന് നന്ന ചെറുപ്പത്തിലൊന്നും നമ്മളെ വീട്ടിലൊക്കെ കൊലായി ഡൈനിങ് ഹാൾ ഇങ്ങനെയൊക്കെ ഉള്ളിടത്തൊക്കെ അന്ന് കൊലായി ഡൈനിങ് ഹാൾ എന്നല്ല പറയുക, കേക്കാവെന്നൊക്കെ ഏട്ടാ പറയുക. അവിടെയൊക്കെ മിൻസ ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ളിടത്തൊക്കെ വേറെയുള്ള സിമൻ്റ് ആവും. എന്നിട്ട് എന്നും തുറക്കില്ലല്ലോ, എപ്പോഴെങ്കിലുമൊക്കെ വെള്ളം പാർന്ന് അടിച്ച് കഴുകാനാവും അന്നത്തെ കാലത്തൊക്കെ. കാവ്യമൊക്കെ ആവും, മറ്റിടത്ത് കൊലയിലൊക്കെ തന്നെ കാവ്യം ഉണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ ഇങ്ങനെ വേറെയുള്ള സിമൻ്റാണ് ഉണ്ടാവുക. അതുപോലെ മരത്തിൻ്റെ ജനലും ഒക്കെ ഉണ്ടാവുക, പുളിയൊക്കെ മരത്തിൻ്റെതാവും. അപ്പം അന്നൊക്കെ പാർവത്തിൻ്റെ ഇല ഇട്ടിട്ട് നല്ല ഇങ്ങനെ കഴുകി വൃത്തിയാക്കലൊക്കെ അല്ലേ. ഞാൻ കറി വെക്കൽ കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് സുറുവ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അത് കാണിക്കാൻ മറന്ന്, ലാസ്റ്റാണിത്. സുറുവ എൻ്റെ പ്രധാന കേട്ടോ നോമ്പിന്. എനിക്ക് എന്ത് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, എനിക്ക് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം കുറച്ച് സുറുവ കുടിക്കണം. എനിക്കുള്ളൊരു ശീലമാണ്. ഇപ്പോൾ ഞാനായിട്ട് ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ അങ്ങനത്തെ ഒരു ശീലം. പിന്നെ ഞാൻ കറിയൊക്കെ കുക്കറിൽ നിന്ന് മാറ്റി വേറെ പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ടാണ് ഞാൻ എന്ത് കറി ഉണ്ടാക്കിയാൽ ഞാൻ കുക്കറിൽ തോനെ നേരം വെക്കില്ല. അത് ആ ചൂടോടെ തന്നെ വേറെ പാത്രത്തേക്ക് മാറ്റി വെക്കും കേട്ടോ. നമ്മളങ്ങനെ ചെയ്താൽ നമ്മളെ കുക്കറിന് പുള്ളിയോ കുത്തോ ഒന്നും പോകില്ല. ഈ അലുമിനി പാത്രത്തിൽ ഒരിക്കലും നമ്മൾ സാധനങ്ങൾ ഉണ്ടാക്കിയാണ്ട് വെക്കരുത് കേട്ടോ. അത് വേഗം നമ്മൾ ഉണ്ടാക്കൽ കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ വേഗം സ്റ്റീലിൻ്റെ പാത്രത്തേക്ക് എന്തെങ്കിലും എടുത്ത് മാറ്റി വെക്കട്ടെ. എന്നാൽ ആ പാത്രങ്ങൾ എന്നും നമുക്ക് പുതിയത് മാതിരി ഉണ്ടാവും, ഒരു പുള്ളിയോ കുത്തൊന്നും വരില്ല കേട്ടോ. ഇപ്പം എൻ്റെ കുക്കറൊക്കെ ഒരു 4 കൊല്ലത്തിൻ്റെ മേലായിട്ടുണ്ടാവും. ഞാൻ സ്ഥിരം ഉപയോഗിക്കണതാണ്. എല്ലാ കറികളും അധികം ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കൽ. പക്ഷേ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ വേറെ പാത്രത്തിൽ മാറ്റി കൊടുക്കും. അപ്പോൾ പിന്നെ നമ്മളെ കുക്കറിന് അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവില്ല, പുള്ളിയും കുത്തൊന്നും വരില്ല. പ്രത്യേകിച്ച് നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ
എത്ര ആയാലും തക്കാളിൻ്റെ ആയാലും ഒക്കെ പുളി രസം ഉണ്ടാവില്ല. പിന്നെ നമ്മൾ മുളകും കറിയൊക്കെ പിന്നെ പുളിക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ മോരൊക്കെ ഒഴിച്ചിട്ട് കുമ്പളം ഇതൊക്കെ വെള്ളരിയൊക്കെ കറി വെക്കുമ്പോഴൊക്കെ ഞാൻ കുക്കറിൽ തന്നെ ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ വേഗം അതൊക്കെ ഒഴിവാക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ കുക്കറിനും കേട് പറ്റില്ല, നല്ല എന്നും അതേ വൃത്തി ഉണ്ടാവും. ഈ അലുമിനി പാത്രമൊക്കെ ഉണ്ടാവും ഒരു കറുത്ത കുത്ത്, ഇങ്ങനെ കുത്ത് വീണ് കഴിഞ്ഞാൽ നമുക്ക് ആ പാത്രം പിന്നെ ഉപയോഗിക്കാൻ ഭയങ്കര മടിയാണ്, അത് കേടാണെന്നാണ് പറയണത്. അപ്പോൾ അതിൻ്റെ പേരിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നോക്കി വേഗം ഒന്ന് മാറ്റി കൊടുത്താൽ മതി. സ്റ്റീലിൻ്റെ പാത്രത്തിന് അങ്ങനത്തെ പ്രശ്നം വരില്ലല്ലോ. അപ്പം നമുക്ക് സ്റ്റീലിൻ്റെ പാത്രത്തിലോ എന്തെങ്കിലും അങ്ങനെ മാറ്റി കൊടുത്താൽ മതി. അല്ലെങ്കിൽ മൺചട്ടിയിലോ അതില്ലെങ്കിൽ ഏത് പാത്രമാണ് ഉള്ളത് അലുമിനിയൻ്റെ അല്ലാത്ത അതിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റി കൊടുക്കട്ടോ. ഇത് ഞാൻ ബ്രെഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ മസാലക്കൂട്ട് ഉണ്ടാക്കി വെക്കുന്നത്. ആ ഉരുളൻകിഴങ്ങ് അതിൽ നിന്ന് ഞാൻ കറിയിലിട്ടിരുന്നില്ലേ, ആ ഉരുളൻകിഴങ്ങാണത്. അത് ഞാൻ ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ച് വെച്ച് പിന്നെ വേറെ മാറ്റി വെച്ചിട്ട് ഞാൻ ഉടച്ചാട്ടാ. ഇത് നല്ലതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഇപ്പം ഞാൻ അത് നറക്കണില്ല, ഞാൻ അസർസ്കാരൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഇത് നറക്കുക കേട്ടോ. അപ്പോൾ ഞാൻ മുഴുവൻ കൂടെ ഇത് കാണിക്കണില്ല, ബാക്കി ഭാഗം ഞാൻ അടുത്ത വീഡിയോ കാണിക്കട്ടെ, അല്ലെങ്കിൽ വീഡിയോ നമുക്ക് ഓവറായി പോകും കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറച്ചൊക്കെ അങ്ങോട്ട് രാവിലെ തന്നെ അങ്ങോട്ട് ഒരുക്കി വെച്ചാൽ നമുക്ക് വൈകുന്നേരം വല്ലാതെ ടെൻഷൻ അടിക്കാതെ നമുക്ക് അത് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരുവിധമൊക്കെ കൊണ്ട് റിസ്ക്കുള്ള പണികളൊക്കെ കണ്ട് കഴിച്ച് വെച്ചാൽ ഇനിയിപ്പോൾ ബ്രെഡ് എടുത്തുകൊണ്ട് നമുക്ക് ബ്രെഡ് ഇതിൽ നിറച്ച് കൊടുത്തുകൊണ്ട് നമുക്ക് പൊടി മുക്കുക മുട്ടയിൽ മുക്കുക എന്തെങ്കിലും നമ്മൾ അപ്പോഴത്തെ ഇതിനനുസരിച്ച് മുക്കിയാണ്ട് നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ. എണ്ണയിൽ മുക്കി പൊരിക്കണം പൊരിക്കുക, അല്ലെങ്കിൽ ബ്രൈഫാൻ്റെ ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചാണ്ട് പൊരിച്ചെടുക്കണം, അങ്ങനെ എടുക്കുക. എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ സുറുവ ഇവിടായി കറിയായി പത്തിരിയും നമ്മൾ പരത്തി വെച്ച് പിന്നെ പൊരിക്കടി ഉണ്ടാക്കാനുള്ള ബ്രെഡിൻ്റെ കൂട്ടും നമ്മളിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം എന്നാൽ എല്ലാവരോടും അസ്സലാമു അലൈക്കും.